നമുക്കിന്നൊരു മത്തിക്കറി വെച്ചാലോ? തേങ്ങ അരച്ചിട്ടുള്ള സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്തിക്കറി. നല്ല ഫ്രഷ് മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മത്തിക്കറി വെക്കാം. അതിന് ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ അതിലേക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് ഒരു സ്പൂണ് ഉലുവ, അതൊന്ന് പൊട്ടി വരുമ്പോൾ ചെറിയ ഉള്ളി ചതച്ചിട്ടാണ് ഇട്ടത്. ഒരു 15ഓളം ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. കൂടാതെ ചെറിയ കഷ്ണങ്ങളാക്കിയ ഇഞ്ചി, ഒരു 3 പച്ചമുളക് നടുകെ കീറിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ചൊന്ന് വഴറ്റി വരുമ്പോൾ അതിലേക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി ഇതിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. പൊടിയുടെ പച്ച മണക്കം ഒന്ന് പോകുന്നവരെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നല്ല ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു തക്കാളി, കുറച്ച് വെളുങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തിട്ടത്. ഒരു തക്കാളി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മുടെ വാളംപുളിയില്ലേ, വാളംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. 1 കപ്പ് വാളംപുളിയുടെ വെള്ളം, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. തക്കാളി ഇട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് ഞാൻ തേങ്ങ അരച്ച് വെച്ചിരുന്നു. തേങ്ങ അരച്ചതും കൂടി മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. 2 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച മത്തി, നല്ല ഫ്രഷ് മത്തിയാണ്, ഒരു 10ഓളം മത്തി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5-10 മിനിറ്റ് താഴെ വേണ്ടു. മത്തി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒന്ന് തിളപ്പിച്ചെടുക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുക. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ വരും. നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് അതിലേക്ക് നല്ല കറിവേപ്പില ഇട്ട് കൊടുക്കുക. 2 തണ്ട് കറിവേപ്പില, പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ മത്തിക്കറി റെഡിയായി. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നല്ല ചൂട് ചോറിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.